ഹലോ മക്കളെ, നീറ്റ് 2025 പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ലാസ്റ്റ് മന്ത് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി ഏകദേശം 27 ദിവസങ്ങളല്ലേ നിങ്ങളുടെ മുമ്പിൽ. ഇന്നത്തെ ദിവസം കൂട്ടാതെ ഏകദേശം 27 ദിവസങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ പല കുട്ടികളും പല പല മിസ്റ്റേക്സുകൾ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പല പല മിസ്റ്റേക്സുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ നല്ലോണം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിക്കോട്ടെ, നല്ല 500ഉം 600ഉം മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാവട്ടെ, ഒറ്റയടിക്ക് അവരുടെ മാർക്കുകൾ കുറയാറുണ്ട്. ഓക്കെ. അപ്പൊ അത് നടക്കാതിരിക്കണമെങ്കിൽ അത് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത മിസ്റ്റേക്സ് എന്ന് നിങ്ങൾ അറിയണം. നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സ്ട്രാറ്റജിയും അതേപോലെ തന്നെ നമ്മുടെ ടെസ്റ്റ് സീരീസിന്റെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ വീഡിയോസിൽ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികളുടെ അടുത്ത് നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ ഇന്നും മോക്ക് ടെസ്റ്റ്, ഫിസിക്സിന്റെ മോക്ക് ടെസ്റ്റ് നടക്കുകയാണ്, ഫുൾ സിലബസ്. അപ്പം അത് ഇന്ന് കഴിഞ്ഞതിന് ശേഷം നാളെ തൊട്ട് രണ്ടാമത്തെ സൈക്കിൾ തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ജോയിൻ ചെയ്യുക. അതിന്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും നിങ്ങൾ എന്തൊക്കെയാണ് ഏത് ആപ്പാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫ്ലെക്സസ് ലേണിംഗ് ആപ്പ് എന്നാണ് അത്. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. iOS യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ അത് ഒരു കോഡ് കൊടുക്കണം. ഓക്കെ. ആ കോഡ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നമ്മുടെ ആപ്പിലോട്ട് വരാൻ വേണ്ടി കഴിയത്തില്ല. അതിൽ ഒരു കോഡ് കൊടുക്കുക, UUGMXA. ഓക്കെ. ആ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കോഡ് തെറ്റാതെ അടിക്കുക. ഓക്കെ. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, അതിൽ കാണാൻ കഴിയും. ആദ്യത്തെ 3 മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം. PYQs 2016 തൊട്ട് 2024 വരെയുള്ള PYQs ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓൾസോ നിങ്ങൾക്ക് പല കുട്ടികൾക്കും കറക്റ്റ് ഒരു ഓറിയന്റേഷൻ കിട്ടിയിട്ടില്ല. പല കുട്ടികൾ ഇപ്പോൾ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ എന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത കുട്ടികളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബയോ വാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റും. ഗ്രൂപ്പിൽ നമ്മൾ ഡെയിലി അറിയിക്കും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഡെയിലി നോക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അതിന്റെ PYQs, ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് വിത്ത് സൊല്യൂഷൻസ് നമ്മൾ ആപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഇത് ഇത്രയും മാത്രം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ലാസ്റ്റ് വൺ മന്ത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്കോർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇത് നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളിൽ നമ്മൾ ഇത് ഫോളോ ചെയ്ത് പ്രൂവ് ചെയ്ത സ്ട്രാറ്റജിയാണ്. 640 വരെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞ സ്ട്രാറ്റജിയാണ്. കൂടെ നിൽക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വട്ടം നീറ്റ് 2025 ഒരു സീറ്റ് വാങ്ങിച്ചു തരാൻ ഞങ്ങൾ റെഡിയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ട് കിടക്കാം. നമുക്ക് നീറ്റ് 2025 അല്ലെ, നീറ്റ് 2025 നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത, ചെയ്തുകൂടാത്ത ചില മിസ്റ്റേക്കുകളാണ്. ഒന്ന്, സ്ട്രെസ് അടിക്കുക. ഈ ലാസ്റ്റ് മിനിറ്റിൽ പല കുട്ടികളും എന്തായിരിക്കും, അയ്യോ എനിക്ക് പഠിച്ചിട്ട് തീരുന്നില്ല, അയ്യോ ഞാൻ ഇനി ഇഷ്ടം പോലെ ടോപ്പിക്സ് ഇനിയും തീർക്കാനുണ്ട്, ഇതെല്ലാം ഞാൻ ഇനി തീർക്കുമോ, ഞാൻ റിപ്പീറ്റർ ആണ്, സൂപ്പർ റിപ്പീറ്റർ ആണ്, ഇങ്ങനത്തെ പല പല ആകുലതകളാണ് ലാസ്റ്റ് മിനിറ്റ് കുട്ടികൾക്ക് ഉണ്ടാവുക. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എഫക്റ്റീവായിട്ട് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. ഓക്കെ. ഈ ലാസ്റ്റ് മന്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ സ്ട്രെസ്സും കാര്യങ്ങളും ഒരുപാട് കാരണങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ഇങ്ങനെ തലയ്ക്കകത്ത് ഇങ്ങനെ ഇട്ട് പുകയുന്നുണ്ടാവും. വീട്ടിൽ നിന്നുള്ള പ്രഷർ ഉണ്ടാവും, നാട്ടുകാരുടെ പ്രഷർ ഉണ്ടാവും. നിങ്ങളുടെ കൂടെ പഠിച്ച കുട്ടികൾ പല കോളേജുകളിലും കയറി കഴിഞ്ഞ് ചിലപ്പോൾ ഡിഗ്രി തീർക്കാറുമായിട്ടുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, അതെല്ലാം മാറ്റിവെക്കുക. ഈ ഒരു മന്തിലത്തേക്ക് നിങ്ങൾ മാറ്റിവെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ മെയിൻ ടോപ്പിക് എന്താണ് അത് ശ്രദ്ധിക്കുക. നമ്മുടെ മെയിൻ ഫോക്കസ് എന്താണ്, നീറ്റ് 2025. അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്ത് വേണമെങ്കിലും വന്നോട്ടെ, റിസൾട്ട് എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ലാസ്റ്റ് ആ ഒരു മന്ത് കഴിഞ്ഞതിന് ശേഷം നീറ്റിന് പോകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ, കുറച്ചും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു എന്നൊരു തോട്ട് നിങ്ങൾക്ക് വരാൻ പാടില്ല. ഓക്കെ. അതിനുവേണ്ടി സ്ട്രെസ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഒഴിവാക്കുക. സ്ട്രെസ് അടിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, ഒരു മാർക്ക് പോലും കൂടുതൽ കിട്ടത്തില്ല. പകരം എന്ത് ചെയ്യും, ഉള്ള മാർക്ക് കുറയും. അത് കുറഞ്ഞു കഴിഞ്ഞാലോ നമ്മളുടെ റാങ്കിൽ അത് വലിയൊരു മാറ്റം കൊണ്ടുവരും. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളിൽ സ്ട്രെസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് ആണ് സ്ലീപ്പ്. പല കുട്ടികൾക്കും ലാസ്റ്റ് ടൈം ആകുമ്പോൾ ഇനി ഒരു മാസമല്ലേ ഉള്ളൂ, അപ്പൊ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കാം, ഉറക്കമൊക്കെ ഒഴിച്ചിരുന്ന് പഠിക്കാം, ഡെയിലി ഒരു 2 മണിക്കൂറൊക്കെ അഥവാ 3 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ മതി എന്നൊക്കെ വിചാരിക്കുന്ന കുറെ കുട്ടികൾ ഉണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഉറക്കം കറക്റ്റ് ആയില്ല എങ്കിൽ, നിങ്ങളുടെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ കറക്റ്റ് ആയില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഓർമ്മയിരിക്കത്തില്ല.
ഒരു 2-3 ദിവസമൊക്കെ നിങ്ങൾ നിൽക്കുന്നതിൽ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിങ്ങനെ ഒരു മന്ത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾ ബ്രെയിനിൽ സ്റ്റോർ ആവണ്ടേ? ലോങ് ടേം മെമ്മറിയിലോട്ട് സ്റ്റോർ ആവണ്ടേ? അതിനുവേണ്ടി നിങ്ങൾക്ക് അഡിക്വേറ്റ് ആയിട്ട് സ്ലീപ്പ് തന്നെ വേണം. അറ്റ്ലീസ്റ്റ് 5 hours എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. 6 hours ബെസ്റ്റാണ്. പക്ഷെ നിങ്ങളുടെ പോർഷൻസും മറ്റും തീർന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ 5 hours എങ്കിലും മിനിമം നോക്കുക. അത്രയെങ്കിലും ഉറങ്ങിയിട്ട് മാത്രം എന്ത് ചെയ്യുക? അടുത്ത നീറ്റ് 2025 വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് ഫുഡും എന്ത് ചെയ്യാറുണ്ട്? പല കുട്ടികളും പ്രത്യേകിച്ച് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യാറുണ്ട്? പല കുട്ടികളും ഒഴിവാക്കാറുണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യുക? നിങ്ങൾ ശ്രദ്ധിക്കുക. ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു കോംപ്രമൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരിക്കലും നോക്കാതിരിക്കുക. ഫുഡ് ആവശ്യമാണ്. ബ്രെയിനിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന കാര്യം അറിയാലോ. അപ്പോൾ ഫുഡ് നിങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു രീതിക്കും ഇതിനു വേണ്ടി നിങ്ങൾ ചെറിയ ചെറിയ സ്നാക്സ് ആയിട്ടായെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻടേക്ക് നടത്തിക്കൊണ്ടിരിക്കുക. അതേപോലെ നിങ്ങളുടെ പ്രിപ്പറേഷൻസിൻ്റെ ശരിക്കും ഈ ചെറിയ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനുള്ളത് നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉറക്കവും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിരിക്കും. ലാസ്റ്റ് വൺ, സോഷ്യൽ മീഡിയ ഇനിയുള്ള ദിവസങ്ങൾ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഓക്കെ, പറ്റുവാണെങ്കിൽ അൺഇൻസ്റ്റാൾ തന്നെ ചെയ്ത് കളഞ്ഞേക്കുക. ഇനിയുള്ള ഈ 28 ദിവസം മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു 28 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോക്കസിൽ മാത്രം നോക്കി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നീറ്റ് 2025 നല്ലൊരു സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട മെയിൻ കാര്യമാണ് ഇത് എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? കുറേ മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, വീഡിയോ ലെക്ചേഴ്സുകൾ കണ്ട് അഥവാ വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾ ഇനി ഒന്നേന്നിങ്ങനെ പഠിച്ച് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി വരാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടൈം കൂടുതൽ എന്ത് ചെയ്യും? വേസ്റ്റ് ആവും. നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? പ്രാക്ടീസ് ചെയ്യുക. PYQs പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ പുതിയ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ, ഒരു ടോപ്പിക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 4-5 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? 4-5 വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ബെയർ മിനിമം. ഓക്കെ, അപ്പം മിനിമം 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അവിടെ ക്ലിയർ ആവും. അത് കഴിഞ്ഞിട്ട് അടുത്ത ടെസ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യും? ഡെയിലി അറ്റൻഡ് ചെയ്യുക. ഡെയിലി അങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ പാറ്റേണിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്തത് എന്ത് ചെയ്യുക? അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ടോപ്പിക്കിലോട്ട് പോവുക. അടുത്ത ടോപ്പിക് എന്ത് ചെയ്യുക? ആ ടോപ്പിക്കിൽ വരുന്ന ഫോർമുലാസും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും എഴുതി വെക്കണമെങ്കിൽ എഴുതി വെച്ചോളൂ. വീണ്ടും റിവൈസ് ചെയ്തോളൂ. പക്ഷേ റിവൈസ് എന്ന് പറയുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ പോയി നോക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യത്തില്ല? ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യത്തില്ല? നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരത്തില്ല. ഇമ്പ്രൂവ്മെന്റ് വരണമെങ്കിൽ അത് പ്രാക്ടീസ് തന്നെ ചെയ്യുക. ഓക്കെ, അത് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസിൽ ആ ഫോർമുലാസ് ഇട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് വരുന്നതായിട്ട് കാണാൻ വേണ്ടി കഴിയും. ആ ഫോർമുലാസ് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഒരുപാട് കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുള്ള കാര്യമാണ്, ഈ ഫോർമുലാസ് ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷനാണിത്. ഒരു ടോപ്പിക് എടുക്കുക, ടോപ്പിക്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസ് മാറ്റി കൊടുക്കുക. ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലെങ്കിൽ വാല്യൂസ് മാറ്റി കൊടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മാത്സ് എങ്കിലും അവിടെ എന്ത് ചെയ്യും? ഇമ്പ്രൂവ് ആവും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ PYQസിൻ്റെ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. ഇത് ഇത്രയും നിങ്ങൾ ഫോളോ ചെയ്യാൻ റെഡി ആണെങ്കിൽ നീറ്റ് 2025 നമുക്ക് എന്ത് ചെയ്യാം? സുഖമായിട്ട് ക്രാക്ക് ചെയ്യാം. ബയോവാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. ബയോവാർ നമ്മൾ ഡെയിലി ഇത്ര ചാപ്റ്റേഴ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? കവർ ചെയ്യും. ഓൾസോ നമ്മുടെ മോക്ക് ടെസ്റ്റുകളും കൂടെ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫുൾ ഗ്യാരണ്ടി തരാം. ഓക്കെ, നിങ്ങൾ ഈ ഒരു ചാലഞ്ച് നിങ്ങൾ ഏറ്റെടുത്താൽ മാത്രം മതി. അത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിൽ പ്രയത്നിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 28 ദിവസം മതിയോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? നീറ്റ് ക്രാക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.